ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഷിജാസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ പുതിയ എൻട്രിയൊക്കെ പറഞ്ഞു തുടങ്ങുവാണ് കേട്ടോ. അതെന്തുകൊണ്ടെന്നാലേ എൻ്റെ പറച്ചിലൊന്നും അത്ര പോരെന്നാണ് എല്ലാവരും പറയുന്നത്. കുറച്ച് മാറ്റി പിടിക്കാൻ പറഞ്ഞു. അപ്പം നമുക്കിന്ന് മാറ്റി പിടിച്ചാലോ? അപ്പം നിങ്ങൾ എൻ്റെ കൂടെ സപ്പോർട്ടായിട്ടുണ്ടാവണം കേട്ടോ. ആദ്യമായിട്ട് എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്ന് ഞാൻ ഒരാഴ്ചയായിട്ടുണ്ട് ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട്. അപ്പം ഇത് നമ്മൾ റോഡിൽ കയറുന്ന വഴിയാണ്, റോഡിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ തൂത്തിട്ടൊക്കെ ഒത്തിരി ദിവസമായി. അപ്പം ഞാൻ കുറച്ച് തൂത്തോണ്ടിരുന്നപ്പോൾ ഞാൻ ഓർത്തെന്നാൽ ഒരു വീഡിയോ എടുത്തേക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ വൈകിട്ട് ഇടാമല്ലോ. അപ്പം തന്നെ എൻ്റെ കൂട്ടത്തിൽ പറയുവാണെങ്കിലേ ഒരു കാര്യം പറയാവേ. ഞാനിവിടെ തൂത്തോണ്ട് നിന്നപ്പോഴാണല്ലോ ഓർത്തത് ഒരു വീഡിയോ എടുക്കുന്ന കാര്യം. അപ്പം ഞാൻ പകുതി തൂത്ത് വെച്ചിരിക്കുന്നത് കണ്ടോ. പകുതി തൂത്ത് ചൂലിതേ അവിടെ ചാരി വെച്ചിട്ടൊക്കെയാണ് ഞാൻ പോയി ഫോൺ എടുക്കാൻ പോയതാണേ. അപ്പം നിങ്ങളെ ഇതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. മഴ പെയ്ത് നമ്മുടെ മുറ്റമെന്ന് വെച്ചാൽ ഒത്തിരി ഉണ്ട് കേട്ടോ. ഒരു ദിവസത്തെ തൂപ്പാണ് ഇവിടെ തൂക്കേണ്ടത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങളെ ഞാനൊരു വെള്ളമില്ലാത്ത തോട് കാണിച്ചില്ലേ, ഒരു കുഞ്ഞു കൈത്തോട്. ആ തോട്ടിൽ കണ്ടോ ഇപ്പം വെള്ളമായിട്ടുണ്ടേ. നല്ല വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പം മഴ പെയ്ത് 2-3 ഒരാഴ്ച കൊണ്ട് മഴയല്ലായിരുന്നു. അപ്പം നല്ല വെള്ളം ഉണ്ടായിരുന്നു. നിങ്ങൾ മേളിൽ വരെ ഇത് കണ്ടോ, ആ ഇലയൊക്കെ മൂടി നിന്നതായിരുന്നല്ലേ വെള്ളത്തിൽ. അതൊക്കെ ഇപ്പോൾ കുറഞ്ഞു. വെള്ളം ഇപ്പം തീരെ അങ്ങ് താണു പോയിട്ടുണ്ട്. ഇത് തീരെ വറ്റി വരണ്ട് കിടന്നൊരു തോടാണ്. ഈ ഒരാഴ്ച മഴ പെയ്തപ്പോഴാണ് ഇവിടെ വെള്ളം വന്നത്. അപ്പം എന്ന് വെച്ചാൽ അന്നൊന്നും നമുക്ക് ഇറങ്ങി വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. ഭയങ്കര മഴയൊക്കെ അല്ലായിരുന്നു. തന്നെയല്ല മുറ്റത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. തെന്നി കിടക്കുവാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചേക്കാമെന്ന് വിചാരിച്ചാണ് വന്നത് കേട്ടോ. ഇത് ഗ്രാമമെന്ന് പറഞ്ഞാൽ നല്ല ഗ്രാമം തന്നെയാണ് കേട്ടോ. അല്ലാതെ ചെറിയ ഗ്രാമമൊന്നുമല്ല. ഇവിടെ നിന്ന് ടൗണിൽ പോകണമെങ്കിൽ ഒരു ഓട്ടോയ്ക്ക് ഒരു 500 രൂപയെങ്കിലും കൊടുക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും 500 മേളിലാണ്. 500 മേളിൽ കൊടുക്കണം. അപ്പം അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പോകാനും വരാനും ഒക്കെ സ്വന്തമായിട്ട് വണ്ടി ഇല്ലാത്തവർക്കൊക്കെ വലിയ പാട് തന്നെയാണ്. അപ്പം ഞാനിവിടെ കുറച്ച് ഭാഗമൊക്കെ ഒന്ന് തൂത്ത് വെച്ചിരിക്കുന്നു. ബാക്കിയും കൂടെ തൂക്കട്ടെ. ഇത്രയും തൂക്കാൻ കിടപ്പുണ്ട് എനിക്ക്. പിന്നെ അങ്ങ് മേളിലോട്ടുണ്ട് കേട്ടോ, അങ്ങ് റോഡ് വരെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാവേ. അപ്പം ഇതൊക്കെയാണ് എൻ്റെ വീഡിയോസ് എന്നൊക്കെ പറഞ്ഞാൽ. ഞാൻ എന്നും ഇങ്ങനെ കുക്കിങ് തന്നെയല്ല ചെയ്യുന്നത്. എല്ലാ വീഡിയോസും ഞാൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അവസാനം നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട് ഇതിനകത്ത് കേട്ടോ. എനിക്ക് വലിയ ഇംഗ്ലീഷ് വാക്കുകളൊന്നും അറിയത്തില്ല കേട്ടോ. ഞാൻ ഒരു പാവപ്പെട്ട ഒരു മലയാളി പെണ്ണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇംഗ്ലീഷൊന്നും കൂടുതലൊന്നും അറിയത്തില്ല. ഞാൻ കൂടുതൽ മലയാളം തന്നെ ഞാൻ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് മലയാളം ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ എന്താ ചെയ്യുക, മലയാളം മനസ്സിലാവാത്തവരൊക്കെയാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ നമ്മൾ പറയാൻ പറ്റില്ലല്ലോ. അപ്പം ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ നിങ്ങൾക്കൊരു അത്ഭുതം കാണിച്ചു തരാം കേട്ടോ.
അപ്പം നമ്മൾ കുറേയൊക്കെ തൂത്ത് കേട്ടോ. വീട് കണ്ടോ, വീട് അവിടാണ് വീടിരിക്കുന്നത്. ഉണ്ടോ, അങ്ങ് മണ്ടയ്ക്കാ വീടിരിക്കുന്നത്. അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി ഇങ്ങനെ വരണം. ഞാൻ കാണിച്ചു തരാം, പിന്നെ ഇതെല്ലാം തൂത്ത് കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ. ഒരു ദിവസത്തെ തൂപ്പിന് തന്നെ ഉണ്ട്. കുറഞ്ഞത് ഒരു 2 മണിക്കൂറെങ്കിലും വേണം കേട്ടോ ഇതെല്ലാം തൂത്ത് കഴിയണമെങ്കിൽ. പക്ഷേ എല്ലാമൊന്നും ഒരു ദിവസം കൊണ്ട് നമുക്ക് തൂത്തെടുക്കാൻ പറ്റത്തില്ല. ഇപ്പം തന്നെ മഴ ആയതുകൊണ്ട് നല്ല പാടാണ് തൂക്കാനേ. എല്ലാം ഒട്ടിപ്പിടിച്ചൊക്കെ കിടക്കുക, ചള്ളയിൽ ഒട്ടിപ്പിടിച്ചാണ്ട് അതാണ്ടോ. ഇതൊക്കെ നമ്മളെങ്ങനെ തൂക്കുന്നത് കണ്ടോ, കണ്ടോ. ഇതെങ്ങനെ തൂക്കാൻ പറ്റും നിങ്ങൾ പറ. പിന്നെ നമ്മുടെ ബുദ്ധിമുട്ടും പ്രയാസവും കൊണ്ട് നമുക്ക് ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് വരുന്നതാണ്. കണ്ടോ, ഞാൻ നമ്മുടെ ബുദ്ധിമുട്ടും പ്രയാസം എന്ന് പറഞ്ഞ് വേറെ ഒന്നും കണ്ടല്ല കേട്ടോ. നമ്മൾ കാശ് കിട്ടണമെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടല്ല പറ്റുള്ളൂ. നമുക്ക് അധ്വാനിക്കാതെ നമുക്കൊന്നും നേടാനൊക്കത്തില്ല. നമ്മൾ നല്ലപോലെ അധ്വാനിച്ചെങ്കിലേ നമുക്ക് 10 പൈസ മേടിക്കാൻ പറ്റത്തുള്ളൂ. അത് ഏത് ഇന്ന ജോലിയെന്നല്ല, എല്ലാ ജോലിയിലും അതുപോലെ തന്നെയാണ്. അപ്പം അത് ഒരു കുറ്റമായിട്ട് പറഞ്ഞതൊന്നുമല്ല കേട്ടോ. വെറുതെ ഇരുന്ന് നമുക്ക് കാശ് മേടിക്കണമെന്നിട്ട് ആഗ്രഹവും ഇല്ല. അങ്ങനെയുള്ള കാശ് നമുക്ക് വേണ്ട. നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ ചെയ്ത് തന്നെ നമ്മൾ മേടിക്കുന്നത്. കഴിയുന്നതും അതിൻ്റെ അപ്പുറവും കൂടെ ചെയ്യും. ഇതെല്ലാം മഴയായതുകൊണ്ട് ഇങ്ങനെ അളിഞ്ഞ് കിടക്കുക. വെയിൽ വന്നെങ്കിൽ നമുക്കിതൊക്കെ തൂത്ത് വാരിയിട്ട് അങ്ങ് കത്തിച്ച് കളയാമായിരുന്നു. വെയിലില്ലാത്തതുകൊണ്ട് അതും പറ്റത്തില്ല. അപ്പം എല്ലാം കൊണ്ടും ഇത്രയും ഞാൻ തൂത്ത് വൃത്തിയാക്കിയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഇവിടെ വരെ തൂത്തു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒരു വിധത്തിലും തൂക്കാൻ പറ്റത്തില്ല, അളിഞ്ഞ് കിടക്കുക, കണ്ടില്ലേ. ഒന്ന് പോകാൻ പോലും വഴിയില്ല. നമുക്ക് മുന്നിലോട്ടൊന്ന് പോകണമെങ്കിൽ പോലും ഇതിൽ ചവിട്ടിയിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വരുന്നതെന്ന് വെച്ചാൽ ആരും നടന്നല്ല വരുന്നത് കേട്ടോ. എല്ലാവരും വണ്ടിയിലാണ് വരുന്നത്. നടന്നു വരുന്നവരൊന്നും ആരും തന്നെ ഇല്ല. അപ്പം അപ്പച്ചനൊക്കെ പോകുന്നതും വണ്ടിയിലാണ് പോകുന്നത്. അപ്പം പന്നി വന്ന് ഇന്നലെ നല്ലതായിട്ട് പണി ചെയ്തിട്ടുണ്ട് ഇവിടെ. അതുകൊണ്ട് കണ്ടോ, കിളച്ച് മറിച്ച് ഒരു പരുവാക്കിയിട്ടിട്ടുണ്ട്. ഈ കമുക് എടുക്കാൻ നോക്കിയതാണ് പന്നി കേട്ടോ. അത് പറ്റിയിട്ടില്ല. കണ്ടോ, അതിൻ്റെ മൂട് കണ്ടോ, ചെറിയ തൈയുടെ മൂട് നോക്കിയേ, കണ്ടോ. വന്ന് തോണ്ടി വച്ചിരിക്കുക. എടുക്കാൻ പറ്റിയില്ല. അവിടെ അങ്ങ് മേളിൽ 2-3 മൂട് കമുക് മൊത്തം ചവിട്ടി പറിച്ച് കളഞ്ഞു. ഞാൻ നിങ്ങൾക്ക് പിന്നെ കാണിച്ചു തരാവേ. അതുകൊണ്ട് ഇവിടെയൊക്കെ വന്ന് എന്ത് തിന്നാനാണെന്നറിയത്തില്ല. ഇവിടെയൊക്കെ വന്ന് കിളച്ച് പറിച്ചിട്ടിട്ടുണ്ട്. നാളെ ഞാൻ നിങ്ങളെ ഒരു കുളം കാണിച്ചില്ലേ, ആ കുളം ഇപ്പം നിറഞ്ഞു കിടക്കുക കേട്ടോ. പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ടേ ഇറങ്ങാൻ പറ്റില്ല. എന്താണ്ടില്ലേ, നിറഞ്ഞു കിടക്കുക. ഇപ്പോൾ ഒരാഴ്ചത്തെ മഴ അങ്ങനെയല്ലായിരുന്നു. അപ്പം ഇവിടുന്ന് അങ്ങ് മേളിൽ റോഡ് ഉണ്ടോ, അങ്ങോട്ട് തൂക്കാൻ പറ്റത്തില്ല. എല്ലാം ഈ സിമൻ്റ് ഇട്ട സ്ഥലം പിന്നെ മെനങ്ങാന്ന് അപ്പച്ചൻ വന്ന് കിടന്ന് തൂത്തായിരുന്നു. അപ്പച്ചൻ 1 മണിക്കൂർ ഉച്ചയ്ക്ക് 2 മണിക്ക് തൂക്കാൻ വന്ന ആൾ വൈകിട്ട് 5 മണിക്കാണ് കയറി വന്നത്. എന്നുവെച്ചാൽ ഈ സിമെൻറ്റിൽ പറ്റിയിരിക്കുന്ന ഇലകൾ തൂത്താൽ പെട്ടെന്ന് പോവത്തില്ല. പ്രത്യേകിച്ച് ഈ പ്ലാവല പോലത്തെ സാധനങ്ങളൊന്നും പെട്ടെന്ന് പോകത്തില്ല. അപ്പം അപ്പച്ചൻ ഇങ്ങനെ വന്ന് കിടന്ന് തൂപ്പായിരുന്നു. പെരുമഴയുമായിരുന്നു. മഴയെ നനഞ്ഞുകൊണ്ടാണ് പിന്നെ കയറി വന്നത്. അപ്പം ഞാൻ നിങ്ങൾക്ക് മേളിലോട്ടുള്ള ഭാഗം കാണിച്ചു തരാവേ. ഇതൊക്കെ നല്ല വെയിൽ വന്നെങ്കിലേ നമുക്ക് ഇതൊക്കെ തൂത്തെടുക്കാൻ പറ്റത്തുള്ളൂ. കുറച്ച് തൂത്ത് നോക്കണം. പോകുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. കുറച്ച് തൂത്ത് നോക്കാം. ഇവിടുന്നേ ഉണ്ട് കേട്ടോ. ഇത് റോഡിൽ നിന്നേ വീട്ടിലോട്ടുള്ള വഴിയാണ്. ഇതാണ് റോഡ്.
നിങ്ങൾ ഇത്ര ശൂന്യമായ റോഡ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എത്ര ഉൾപ്രദേശമെന്ന് പറഞ്ഞാലും പിന്നെ ഒരു ബൈക്കെങ്കിലും ഇടയ്ക്കെങ്കിലും പോകത്തില്ലയോ? അങ്ങനെ ഒന്നും പോകുന്ന ഇടയ്ക്കെങ്ങാനും പോവും, അത്രേ ഉള്ളൂ. അല്ലാതെ രാവിലെയൊന്നും അല്ലാതെ എപ്പോഴും ഒന്നും പോകുന്നതല്ല. ഇവിടെ അങ്ങോട്ട് ബസ്സോ കാര്യങ്ങളോ ഒരു കാലിയോട്ടോയോ അങ്ങനെ ഒന്നും കിട്ടുന്ന ഒരു സ്ഥലമല്ല. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നിന്ന് ടൗണിൽ പോകണമെങ്കിൽ നമ്മൾ 500 രൂപ കൊടുക്കണം. അപ്പോൾ അതന്നെ ഇതിങ്ങോട്ട് ഉള്ള റോഡാണേ. അവിടെയൊക്കെ ഭയങ്കര ഗ്രാമപ്രദേശമാണ് കേട്ടോ. അങ്ങോട്ടൊക്കെ എന്താ പറയുക, ഭയങ്കര കുന്നും മലയും അങ്ങനെയൊക്കെ കിടക്കുന്ന സ്ഥലമാണ്. ഞാൻ അങ്ങോട്ടൊന്നും പോയിട്ടില്ല, എനിക്കറിയത്തില്ല. എനിക്ക് ഈ ഇത്രയും ഭാഗം മാത്രമേ അറിയത്തുള്ളൂ. അപ്പം അതാണ് കാര്യമല്ല, അതാണ് ഇത് കാണിക്കാനാണ് വന്നത്. കണ്ടോ, ഇവിടുന്ന് ഇത്ര നേരമായിട്ട് ഒരു വണ്ടി പോലും പോകുന്ന കണ്ടില്ലേ? റോഡിൽ കൂടെ ഒന്നും പോകത്തില്ല, ബസ്സും ഇല്ല, വെള്ളമില്ല, ഒന്നും ഇല്ലാത്ത റോഡ് ഇത് മാത്രമേ ഞാൻ ഇതുവരെയും കണ്ടിട്ടുള്ളൂ. ഒരു വാലിയോട്ടമെങ്കിലും പോകുന്നതൊന്നും പോലും ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. ആരെങ്കിലുമൊക്കെ എവിടുന്നെങ്കിലുമൊക്കെ വിളിച്ചുകൊണ്ട് വരുന്ന ഓട്ടോയോ ടൗണിൽ നിന്ന് ആരെങ്കിലും വരുന്നത് സാധാരണപ്പെട്ട ആൾക്കാരുമല്ലോ വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ടൗണിലൊന്നും പെട്ടെന്നൊന്നും പോകാനും പറ്റത്തില്ല. 500 രൂപ എടുത്ത് നമ്മളിപ്പോൾ ടൗണിൽ പോകാൻ പറ്റുമോ? അപ്പോൾ ഇനി ഞാനിവിടുന്ന് ഇറങ്ങണമെങ്കിൽ 2 മാസം കഴിയണം. അപ്പോൾ അവിടെ നിന്നൊരു വണ്ടി വരുന്നുണ്ടേ, അതിവിടെ അടുത്തങ്ങണ്ടുള്ള ആരാണ്ടാ, അല്ലാതെ പുറത്തുനിന്നൊന്നും ഉള്ള ആരും അങ്ങനെ വരത്തില്ല. ഇങ്ങനെ വല്ലപ്പോഴും അങ്ങനെ ഒരു കാഴ്ച കാണാം, അന്നേ ഉള്ളൂ. അല്ലാതെ നമ്മളെ ടൗണിലെ ഒട്ടത്തെ പോലെയൊന്നും അല്ല ഇവിടെയൊക്കെ. വണ്ടി പ്രകൃതിയുടേതായിട്ടുള്ള എല്ലാ ഭംഗികളും കാര്യങ്ങളും അതൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് വണ്ടി സൗകര്യങ്ങളൊക്കെയാണ് ഇവിടെ തീരെ കുറവ്. നമ്മുടെ വീട് ഇവിടെ നിന്ന് കാണുമോ എന്നറിയത്തില്ല. കാണാൻ പറ്റത്തില്ല. അക്കരയിലാണ് വീട് കേട്ടോ, കാണാൻ പറ്റത്തില്ല. സൂം ചെയ്ത് നോക്കിയിട്ടും കിട്ടുന്നില്ല. എല്ലാം വാഴകളും. പക്ഷെ നമുക്ക് അവിടെ ഇരുന്നാൽ ഇവിടെ റോഡ് ഇച്ചിരിയും കാണാം കേട്ടോ. ഇവിടെ നിന്നാൽ കാണാം വീട്. അതേണ്ടേ, അതാണേ വീട്. നമ്മളവിടെ നിന്നാൽ നമുക്ക് റോഡിൽ കൂടെ പോകുന്നവരെ കാണാം. പോകുന്നല്ല വണ്ടിയൊക്കെ കാണാം, വണ്ടി പോവുകയാണെങ്കിൽ. അപ്പോൾ ഇതൊക്കെ അവിടുത്തെ വസ്തു തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് നമ്മൾ റോഡ് ഇങ്ങനെ കയറി. അപ്പം ആദ്യമായിട്ടൊക്കെ എൻ്റെ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് ലൈക്ക് ചെയ്യണേ, എന്നെ ഒന്ന് കൂട്ടാക്കണേ എല്ലാവരും കേട്ടോ. അപ്പം നമ്മൾ അങ്ങോട്ട് പോകുന്ന പോക്കിൽ തൂത്ത് പോകാം. ചക്കയൊക്കെ വീണ് കണ്ടില്ലേ, അതെല്ലാം അളിഞ്ഞ് കിടക്കുന്നത്. എങ്ങനെ തൂത്തുവാരും? അതുകൊണ്ട് അത്രയും ഭാഗം ഞാൻ തൂത്ത് കേട്ടോ. എൻ്റെ മേളി ഭാഗം കണ്ടോ, അത് അങ്ങ് മല പോലെ ഉണ്ട് കേട്ടോ. ഈ മലയൊക്കെ കാണുമ്പോൾ ഇപ്പം എനിക്കാണെങ്കിൽ പേടിയാണ്. ഭയങ്കര മഴ വരുന്നു. അതെ, ഞാൻ തൂത്തുകൊണ്ടിരുന്നപ്പോൾ നല്ല മഴയായിരുന്നേ. അപ്പം ഞാൻ ഓടി അവിടെ നിന്ന് വന്നാണ്. ഭയങ്കര മഴയാ. ഞാനിവിടെ നിൽക്കുവാ, കണ്ടില്ലേ, ഇവിടെ നിൽക്കുവാ ഞാൻ. അവിടെ നിൽക്കുവാ ഞാൻ. നല്ല മഴയാ.
ഞാൻ ഓർത്ത് ചെറിയ മഴയായിരിക്കുമെന്ന് കേട്ടോ, പക്ഷെ ഇത് നല്ല മഴയാ. ഇവിടെ നിന്നിട്ടെല്ലാം നനയുന്നു. അപ്പൊ ഞാൻ അകത്തോട്ട് എങ്ങനെയെങ്കിലും ഓടി കയറാൻ നോക്കുവാ കേട്ടോ. ഭയങ്കര മഴയാ. എന്തോ മഴയാ. അത് നോക്കാൻ വന്നില്ല ഞാൻ. മഴയായിരുന്നല്ലോ, മഴയത്തെ നിങ്ങൾ കയറാൻ പറയാൻ വന്നില്ല. ഞാൻ അങ്ങനെ തൂക്കാൻ പോയായിരുന്നു. ഒന്നും ചെയ്യണ്ട, ഞാൻ പറയുന്നു. ഞാൻ അതിന് ഓടി വന്നതാ. എനിക്ക് നടക്കണേ മടി വേണ്ടേ? വേണം. അതെടുക്കാൻ പോയതാ അകത്തെ. പോയതാകുമ്പോ അപ്പൊ അമ്മച്ചി എന്നെ തിരക്കി വന്നതാണ്, ഞാൻ മഴയത്ത് നനയുവാണോ എന്നൊക്കെ അറിയാനെ കൊണ്ട്. ഞാൻ കാലൊക്കെ ഒന്ന് കഴുകിയിട്ട് അകത്ത് കയറാതെ. നല്ല സൂപ്പർ. ഞാൻ അവിടെ നിന്നായിരുന്നെങ്കിൽ നനഞ്ഞ് എൻ്റെ ഫോണും എല്ലാം നനഞ്ഞേനെയായിരുന്നു. ഓടി വന്ന് രക്ഷപ്പെട്ടത് കാര്യമായി. അപ്പൊ ഞാൻ ചോറിനുള്ള അരി ഇട്ടിട്ടാ പോയ കേട്ടോ. അതെന്തായോന്ന് നോക്കട്ടെ. വെന്തിട്ടില്ല, ഇച്ചിരി വേവ് കൂടുതലുള്ള അരിയാണ്. അപ്പം ഞാൻ കൂട്ടാനൊന്നും വെക്കാൻ ഭാവിച്ചില്ല. അപ്പം ഇനി കൂട്ടാനൊക്കെ വെക്കണം. അപ്പം അരി വേവട്ടെ. അപ്പം എന്തെങ്കിലും കൂട്ടാനുള്ള തീരുമാനത്തിലെത്തട്ടെ. അപ്പം മഴ പെയ്തെല്ലാം കുളമായി, മുറ്റം തൂത്തിട്ടതെല്ലാം കുളമായി. അപ്പം ഇനി നമ്മൾ അടുക്കളയിലേക്ക് പോവുകയാണ്. ഉച്ച ഊണിൻ്റെ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കാൻ പോവുക കേട്ടോ. അപ്പം തൂത്തിട്ടത് നിങ്ങളെ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല, അപ്പോഴത്തേനും മഴ ഭയങ്കരമായിട്ട് പെയ്തു പോയി. ഇനി നമ്മൾ ഉച്ചയ്ക്ക് ഊണൊരുക്കണ്ടേ, അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങാൻ പോവുകയാണ്. കൂട്ടാനെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് മെഴുക്ക് വരട്ടുവേ, ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി, പടവലങ്ങയും മുരിങ്ങയ്ക്കയും പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് നമ്മൾ തീയലാണ് വെക്കുന്നത്. ചെറിയ ഉള്ളി, ഒരുപാട് ചെറിയ ഉള്ളിയൊന്നും വേണ്ട, ഇത്രയൊക്കെ മതി കേട്ടോ. ഒരുപാടൊക്കെ ഇട്ട് ഉള്ളിയൊക്കെ ഒരുപാടായി കഴിയുമ്പോൾ അത് മധുരം ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത്ര ഇതാണ് നമ്മുടെ ഇന്നത്തെ കൂട്ടാൻ. വേറെ തോരനൊക്കെ ഇരിപ്പുണ്ട്, അതുകൊണ്ട് നമ്മൾ ഇന്ന് ഇത് രണ്ടും വെക്കുന്നുള്ളൂ. അപ്പം ഞാൻ വെച്ചിട്ട് പിന്നെ കാണിച്ചു തരാവേ. അപ്പം ഇതൊക്കെ ഞാനൊന്ന് അരിഞ്ഞെടുക്കട്ടെ. അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. സമയം ഒത്തിരിയായി. ഇപ്പോഴത്തെ ഉരുളക്കിഴങ്ങൊക്കെ ചുരണ്ടി കഴിഞ്ഞാൽ തോലൊന്നും പെട്ടെന്ന് പോകത്തില്ല. അപ്പം നമുക്ക് ഇത് ഇങ്ങനെ ചെത്തി എടുക്കാനേ പറ്റത്തുള്ളൂ.
ഇവിടുത്തെ അപ്പച്ചനും അമ്മച്ചയ്ക്ക് ഒരു കാര്യമുണ്ട് കേട്ടോ, കൂട്ടാനും കറിയൊക്കെ വേണം, പക്ഷേ ഇച്ചിരി മതി, പുള്ളിപ്പൂലേ കൂട്ടത്തുള്ളൂ. പിന്നെ അവർക്ക് നല്ല ടേസ്റ്റും വേണം. ഉരുളക്കിഴങ്ങെല്ലാം കേടാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ആദ്യം നമുക്ക് അരിഞ്ഞ് അടുപ്പിൽ വെക്കാം. അത് കഴിഞ്ഞിട്ട് തീയലിൻ്റെ ഭാഗമൊക്കെ നോക്കാമേ. ഉരുളക്കിഴങ്ങ് അടുപ്പിൽ വെച്ചു. അപ്പം അടുത്ത ഇത് അരിഞ്ഞെടുക്കാം പെട്ടെന്ന് തന്നെ, സമയം ഒത്തിരിയായി. അപ്പം ഞാൻ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ടേ. തീയലിനുള്ളത് ഉണ്ട്. ഇത് ഇനി അരിഞ്ഞിട്ട് ഞാൻ എല്ലാം റെഡിയാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എൻ്റെ ഉച്ചയൂണിൻ്റെ. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇവിടെ തീയൽ വെച്ചിട്ടുണ്ടേ. തീയൽ വെച്ചു, ഉണക്കമീൻ വറുത്തു, പിന്നെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി വെച്ചു. പിന്നെ ഇത് ഇന്നലത്തെ കൂമ്പ് തോരനും ചമ്മന്തിയാണേ. ചമ്മന്തി നമ്മൾ ഇച്ചിരി വേറെ അങ്ങ് അരച്ച് വെച്ചേക്കും. അപ്പോൾ അത് ഇന്നത്തേക്ക് കൂടെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ വേറെ അരച്ചില്ല. അപ്പം ഇത്രയൊക്കെയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയത്. അപ്പോൾ അതൊക്കെ ഇനി ഇവിടെ ചോറുണ്ണാറായിട്ടില്ല കേട്ടോ. ഉണ്ണാറാകുമ്പോൾ എല്ലാം നമ്മൾ റെഡിയാക്കി ചൂടാക്കി എടുക്കും. അപ്പം ഞാൻ ഉണ്ടാക്കിയ ഐറ്റംസ് ഇത്രയൊക്കെയാണ്. അപ്പം ഞാൻ അമ്മച്ചിക്കും അപ്പച്ചനും ചോറ് കൊടുത്ത് അവരവിടെ ഇരുന്ന് കഴിക്കുവാണേ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവിടെയൊക്കെ വൃത്തിയാക്കി, പിന്നെ അവിടെ എല്ലാം തുടച്ച് സ്റ്റൗവൊക്കെ തുടച്ചിട്ട്, പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് ഇച്ചിരി പാത്രം കൂടെ കഴുകാനുണ്ട്. പാത്രമൊക്കെ കഴുകി ഈ പാത്രമൊക്കെ ഒഴിക്കണം. അതെല്ലാം ഒഴിച്ചിട്ട് ഞാൻ എല്ലാം കഴുകി ഒതുക്കണം. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ ഞാൻ. നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാം കേട്ടോ. എല്ലാം ഞാൻ ജോലി ചെയ്തിട്ട് പോയി എല്ലാം വൃത്തികേടായി കിടക്കുവാണേ. അപ്പം
അപ്പോൾ അപ്പച്ചനും അമ്മച്ചിയും ചോറുണ്ട് കഴിഞ്ഞ് അപ്പം ഞാൻ ചോറുണ്ണാൻ പോവുകയാണേ.
ഉണക്കമീൻ്റെ ഇച്ചിരി പൊടിയാണ് കേട്ടോ. ഉണക്കമീൻ്റെ ഇച്ചിരി പൊടി. അപ്പം വേണ്ട ഊരി കാന്താരി കേട്ടോ. അപ്പം ഞാൻ ചോറ് കഴിച്ച് കഴിഞ്ഞ് കേട്ടോ. അപ്പം ഇനി 5-6 പാത്രം കൂടെ ഉണ്ട്, അതുകൂടെ കഴുകിയിട്ട് വരട്ടെ. എൻ്റെ ഉച്ചവരെയുള്ള എല്ലാ ജോലികളും ഏകദേശമൊക്കെ കഴിഞ്ഞ് ഇനി വൈകിട്ട് ചായ ഇടലും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഉള്ളേ. അപ്പം അങ്ങനെയൊക്കെ ഉള്ളതേ ഉള്ളൂ. പിന്നെ ഇനി പട്ടിക്ക് ചോറ് കൊടുക്കണം, അമ്മച്ചിക്ക് കുളിക്കാൻ വെള്ളം ചൂടാക്കി കൊടുക്കണം, തുണികളൊക്കെ മടക്കി വെക്കണം, അങ്ങനെയൊക്കെ ഉള്ള ജോലികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇത് ഇച്ചിരി ലോങ് വീഡിയോ ആയതുകൊണ്ട് തന്നെ അതൊന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല, അതൊക്കെ വേറൊരു ദിവസം കാണിക്കാം. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇത് ഇച്ചിരി ലോങ് വീഡിയോ ആയിരിക്കും എന്നും പറഞ്ഞ് ആരും സ്കിപ്പ് ചെയ്യല്ലേ. പിന്നെ കാണിക്കാൻ പോയതൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പുതിയതായിട്ട് ആരെങ്കിലും കാണുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും അതുവരേക്കും ടാറ്റാ.